ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് എക്സൈറ്റ്മെൻറ്റും കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ ഉള്ളൊരു വ്ളോഗാണ്. കാരണം ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗുമായി ഉള്ളത് ചെമ്പേരിയിലെ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിറങ്ങിയ ഒരു കോളേജിലേക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ഇന്നുള്ളത്. കോളേജിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ കോളേജിന് മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ അഡ്മിഷനൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു മെയിൻ ഗേറ്റ് തന്നെ ഓപ്പൺ ആണ്. അതുകൊണ്ട് നമുക്ക് മെയിൻ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കയറാൻ പറ്റി. കോളേജിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ്. നമുക്ക് എൻട്രൻസിൻ്റെ റിസപ്ഷൻ ഏരിയ കാണാം. എൻട്രൻസിന് എടുത്തു വന്നൊരു കാര്യമാണ് ഇവിടുത്തെ അക്വേറിയം. നല്ല മനോഹരമായൊരു അക്വേറിയമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പം നമുക്ക് ഉള്ളിൽ തന്നെ ആയിട്ട് ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ട് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ സെൻട്രൽ ലൈബ്രറിയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഒക്കെ നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോണ്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഇൻ്റർവെൽ ടൈമിലൊക്കെ പോണ്ടൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിന്നൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ഇപ്പോൾ ഈ കോവിഡ് റെസ്ട്രിക്ഷനൊക്കെ ഉള്ളത് കൊണ്ട് ക്ലാസ്സസൊക്കെ സംവാട്ട് ഓഫ്ലൈനും ഓൺലൈനും ഉണ്ട്. വലിയ സ്റ്റുഡൻസിനൊന്നും കാണുന്നില്ല. എന്നാലും ഞാൻ നോക്കാം ഏതെങ്കിലും സ്റ്റുഡൻസിനെ കാണുവാണെങ്കിൽ ആ സ്റ്റൈലിൽ 2 സ്റ്റുഡൻസ് വരുന്നുണ്ട്. നമുക്ക് ആ സ്റ്റുഡൻസിനോടൊന്ന് സംസാരിച്ച് നോക്കാം. ഹലോ, ഹായ്. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്? ഞങ്ങൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇവിടെ നോർമൽ ക്ലാസ് ആണോ അല്ലെങ്കിൽ പ്രോഗ്രാമാണോ നടക്കുന്നത്? ഇന്നിവിടെ പ്രോഗ്രാമാണ്. എന്ത് പ്രോഗ്രാം? IEEE എക്സ്ട്രീം എന്ന് പറയുന്ന പ്രോഗ്രാം. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഓ, തീർച്ചയായും, വാ നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം അല്ലേ? പ്രോഗ്രാം നടക്കുന്ന ലാബിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിങ് എന്താണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമുക്കിതിൻ്റെ കോർഡിനേറ്റേഴ്സിനോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് പ്രബിൻ ജെയിംസ്. ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പല കോളേജുകളിലും എമർജിംഗ് ആയി നിൽക്കുന്ന ഒരു കോമൺ പ്രൊഫഷണൽ സൊസൈറ്റി എന്ന് പറയുന്നത് IEEE ആണ്. ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്നത് S7 IEEE സ്റ്റുഡൻ്റായ ശരൺ രത്നകുമാറാണ്. അവൻ ഈ നടക്കുന്ന IEEE എക്സ്ട്രീം കോഡിംഗ് കോമ്പറ്റീഷൻ്റെ ക്യാമ്പസ് അംബാസിഡറാണ്. അപ്പോൾ സാറ് മെൻഷൻ ചെയ്ത നാഷണൽ അവാർഡിനെ കുറിച്ച് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം അല്ലേ? IEEE എന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഈ കോണ്ടസ്റ്റിലാണ് നമ്മുടെ ഈ പ്രൊജക്റ്റ് സെലക്ട് ആയിട്ടുള്ളത്. ഫ്ലഡ് റെസ്ക്രേഷൻ സിസ്റ്റം എന്നാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേര്. ഈ പ്രൊജക്റ്റിൽ നമ്മൾ മെയിനായിട്ട് വാട്ടർ ലെവൽ സെൻസറും അതുപോലെ തന്നെ സോയിൽ മോയ്സ്ചർ സെൻസറും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോയിൽ മോയ്സ്ചർ സെൻസർ വഴി നമുക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓരോ ഫ്ലഡ് വരാനുള്ള പ്രൊഡിക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ആ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് അയക്കും. അത് ക്ലൗഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, ആ ഒരു സാങ്കേതിക വിദ്യ വഴിയാണ് നമ്മൾ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചുമിടുക്കന്മാർ ഡെവലപ്പ് ചെയ്ത ആപ്പ്. ഈ ആപ്പിൽ നിന്ന് തന്നെ നമ്മുടെ വെതർ കണ്ടീഷൻ, എവിടെയൊക്കെയാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഒരു ഫ്ലഡ് ഉണ്ടാകുമ്പോൾ റെസ്ക്യൂ ക്യാമ്പ് ഓപ്പൺ ചെയ്തത്, നമ്മൾ ഡേഞ്ചറിലാണോ അല്ലയോ എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഒരു ഫ്ലഡ് ഉണ്ടാകുമ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ആപ്പിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇവരുടെ ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം കിട്ടിയ ഫ്ലഡ് റിസ്ക് റിഡക്ഷൻ സിസ്റ്റം കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ലാസ്റ്റ് വീക്ക് ഇടുക്കിയിലൊക്കെ സംഭവിച്ച് നമുക്കറിയാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ നേരത്തെ ഒരു ഫ്ലഡ് വരുന്നത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് നമുക്കൊരു ലൈഫ് രക്ഷിക്കാനും സാധിക്കും. ഇതുപോലെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ നമ്മുടെ കോളേജിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു സപ്പോർട്ടായിരുന്നു ലഭിച്ചത്. നമ്മുടെ പ്രിൻസിപ്പൽ ബെന്നി സാർ, അതുപോലെ തന്നെ നമ്മുടെ HOD ലാലി മിസ്സും, IEEE സ്റ്റുഡൻറ്റ് ബ്രാഞ്ച് കൗൺസിലർ പ്രവീൺ സാർ,
അതുപോലെ തന്നെ നമ്മുടെ IASൻ്റെ ചാപ്റ്റർ അഡ്വൈസറായ ഷിൽമ മിസ്സും ഇവരൊക്കെ വളരെ നല്ലൊരു സപ്പോർട്ടായിരുന്നു ഈ പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നത്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല കേട്ടോ, വിമൽ ജ്യോതിയിലെ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ വന്നത് ഈ ക്ലാസ്സസ് ഓൺലൈൻ നടക്കുന്ന സമയമായതുകൊണ്ട് മറ്റ് പ്രൊജക്റ്റ് ചെയ്ത കുട്ടികളെ ഒന്നും കാണാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ കോളേജിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തി കോളേജിൻ്റെ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഗാർഡൻ ഒന്ന് ആസ്വദിക്കാം. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray, I believe in the better days. അങ്ങനെ കോളേജിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ സ്വന്തം അൽഫോൺസ ഹോസ്റ്റലിലേക്കുള്ള വഴിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. യെസ്, അങ്ങനെ നമ്മൾ ക്യാൻറ്റീന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ കോളേജ് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാൻറ്റീൻ എല്ലാം ക്ലോസ്ഡ് ആട്ടോ. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ അൽഫോൺസ ഹോസ്റ്റൽ. ഞാൻ ഹോസ്റ്റലിലേക്ക് പോയില്ല. അങ്ങനെ നടന്ന് ഞാൻ എൻ്റെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ക്ലാസ്സസ് ഒന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് സ്റ്റാഫിനെ ഒന്നും കാണാൻ പറ്റിയില്ല. ജസ്റ്റ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഫ്ലോറിൽ കൂടെയും കയറി നടന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. മെയിൻ ഗേറ്റിലൂടെ അല്ലാതെ കോളേജിൻ്റെ രണ്ടാമത്തെ ഗേറ്റിലൂടെ കയറുമ്പം നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇത്രയുമാണ് ഞങ്ങളുടെ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാമ്പസ് കാഴ്ചകൾ.
ഞങ്ങളുടെ മനോഹരമായ ക്യാമ്പസ് എല്ലാ വ്യൂവേഴ്സിനും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. See you in next video. Bye bye.